പാലക്കാട് കോൺഗ്രസിൽ പോര് രൂക്ഷം. വിമതരായി മത്സരിക്കാൻ നിരവധി പേർ. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നാമനിർദ്ദേശ പത്രിക നൽകി. 24 കുന്നത്തൂർമേട് നോർത്തിൽ DCC അംഗം കിദർ മുഹമ്മദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 10ഓളം വാർഡുകളിലാണ് കോൺഗ്രസ് വിമതർ മത്സര രംഗത്തുള്ളത്. വിമത പ്രശ്നമുണ്ടെന്ന് നഗരസഭയുടെ ചുമതലയുള്ള പാലക്കാട് MP VK ശ്രീകണ്ഠനും സ്ഥിരീകരിക്കുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട് DCC ഭാരവാഹികൾ തന്നെ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. അങ്ങേയറ്റം രൂക്ഷമാണോ പാലക്കാട് കോൺഗ്രസിലെ ഈ തമ്മിലടി? തീർച്ചയായിട്ടും നീലിമ, പാലക്കാട് കോൺഗ്രസിനകത്ത് തമ്മിലടി രൂക്ഷമായി തുടരുന്ന സ്ഥിതിയാണ്. നമുക്കറിയാം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിനമാണെന്ന്. ഇപ്പോൾ ഇതിനോടകം തന്നെ നിരവധി കോൺഗ്രസ് നേതാക്കൾ, മഹിളാ കോൺഗ്രസ് നേതാക്കളൊക്കെ വിമതരായി മത്സരിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നോമിനേഷൻ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. 48ാമത്തെ വാർഡിൽ അബ്ദുൾ റഷീദ് എന്ന കോൺഗ്രസ് നേതാവ്, അതുപോലെ 38ാം വാർഡിൽ സഫിയ എന്ന കോൺഗ്രസ് പ്രവർത്തക. ഈ സഫിയ കോൺഗ്രസിന്റെ പാലക്കാട്ടെ കഴിഞ്ഞ തവണത്തെ കൗൺസിലറും അതുപോലെ തന്നെ പ്രധാന നേതാവുമായ മൻസൂർ മണലാഞ്ചേരിയുടെ ഭാര്യയാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. മൻസൂർ ആണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോൾ രാഹുലിനെ അനുകൂലിച്ച് രാഹുലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കവചമൊരുക്കും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള പ്രധാന നേതാവാണ്. മൻസൂർ മണലാഞ്ചേരിയുടെ ഭാര്യ 38ാമത്തെ വാർഡിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുന്നത്തൂർമേട് നോർത്തിൽ DCC അംഗമായ കിദർ മുഹമ്മദ് പത്രിക നൽകിയിട്ടുണ്ട്. 1ാം വാർഡായ ഒലവക്കോട് ആഷിഖ് എന്ന കോൺഗ്രസ് നേതാവ്, അതുപോലെ തന്നെ അബ്ദുൾ അസീസ്, അതുപോലെ തന്നെ സീനത്ത് 32ാം വാർഡിൽ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക നൽകിയ ആളുകളുടെ കൂടുതൽ വിവരങ്ങൾ, ഇപ്പോൾ ഇതുവരെ നൽകിയ ആളുകളുടെ വിവരങ്ങളാണിത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അത് ഏകദേശം ഒരു 10ഓളം വിമതർ കോൺഗ്രസിന് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ഈ പാലക്കാട് നഗരസഭയുടെ ചുമതലയുള്ള കോൺഗ്രസിന്റെ പാലക്കാട്ടെ MP ആയ VK ശ്രീകണ്ഠൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ട്, വിമതരുണ്ട്, 3 വിമതരുണ്ട് എന്നുള്ളതാണ് താൻ അറിഞ്ഞത്. മറ്റുള്ള ആളുകളുടെയൊക്കെ ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് VK ശ്രീകണ്ഠൻ തന്നെ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യം. അരുൺ, പാലക്കാട് നഗരസഭയിൽ 10ഓളം വിമതരാണ് കോൺഗ്രസിന്റേതായി മത്സര രംഗത്തുള്ളത്. ഇവരെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് പാലക്കാട് DCCയെ സംബന്ധിച്ചുള്ളത്.